നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിദ്യയിലേക്ക് സ്വാഗതം. കൊല്ലവർഷം 1188 ആണ്ട് ഇടവമാസം 17-ാം തീയതി 2013 മെയ് മാസം 31 വെള്ളിയാഴ്ച ഉദയത്തിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. വ്യാഴൻ്റെ ചാരവശാലുള്ളതായിരിക്കുന്ന ഈ മാറ്റം ഓരോരോ രാശിക്കാർക്കും വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഫലങ്ങളായിരിക്കും അനുഭവമാക്കി തീർക്കുക. ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് വ്യാഴൻ്റെ ഈ ചാരവശാലുള്ളതായിരിക്കുന്ന മാറ്റം അനുഭവമാവുക എന്നുള്ളത് ജ്യോതിഷവിധിയിലെ ആദ്യഘട്ടമായ വാരഫലത്തിന് പകരം വരുന്നതായിരിക്കുന്ന ഗുരുമാറ്റത്തിലൂടെ നമുക്ക് അടുത്തറിയാം. മേടം രാശി. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ മേടം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 2-ാം ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കുന്ന കാലഘട്ടമാണ്. ദുശ്ചിൽക്കെ സ്ഥിതിനാശമിഷ്ടവിയുതിം കാര്യാന്തരായം രുചം എന്നുള്ളതാണ് 3-ൽ വ്യാഴം വന്നാളതായിരിക്കുന്ന ഫലം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. സ്ഥിതിക്ക്, അതായത് ഇപ്പോഴത്തെ പൊസിഷന് മോശമായിരിക്കുന്ന അവസ്ഥ, അതായത് മാറ്റങ്ങൾ വരുവാനുള്ളതായിരിക്കുന്ന സമയമായിട്ടും കാര്യങ്ങൾക്കെല്ലാം തന്നെ പരാജയത്തിൻ്റെ ഒരു സമയവുമായിട്ടാണ് 3-ൽ വ്യാഴം ചാരവശാൽ വരുന്നതായിരിക്കുന്ന സമയം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ചാരവശാൽ കണ്ടകശനി എന്നുള്ളതായിരിക്കുന്ന സമയമോശം കൂടി 7-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയിട്ടായിട്ടാണ് മേടം രാശിക്കാർക്ക് ഈ വർഷം പൊതുവേ പറയുന്നത്. അതിനാൽ തന്നെ ഈ വർഷം സ്ഥാനഭ്രംശത്തിന് സാധ്യതയുള്ള സമയമായതിനാൽ കർമ്മമേഖലയിലും മറ്റും വളരെയധികം ശ്രദ്ധ പുലർത്തണമെന്നാണ് പറയുന്നത്. സഹായികളിൽ നിന്നോ സഹോദരന്മാരിൽ നിന്നോ ചതിവ് പറ്റാനും സാധ്യതയുണ്ട്. ദുഷ്കീർത്തിക്കും സാധ്യത കൂടുതലായി കാണുന്നതിനാൽ അത്തരം സാഹചര്യങ്ങളെ ബോധപൂർവം ഒഴിവാക്കേണ്ടതായുണ്ട്. പരാജയ ഭീതിയും ധനനഷ്ടവും സംഭവിക്കാം. തീരുമാനങ്ങളിൽ പാളിച്ച പറ്റാൻ ഇടയുള്ളതിനാൽ ഗൗരവത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുവാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി സമ്മോഹന യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് ഗുണം ചെയ്യും. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ ജന്മത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കുന്ന സമയമാണ്. പ്രാപ്നോതി ദ്രവിണം കുടുംബ സുഖമപ്യർത്ഥി സ്വവാചം ഫലം എന്നുള്ളതാണ് 2-ൽ വ്യാഴം സഞ്ചരിച്ചാലുള്ളതായിരിക്കുന്ന ഫലത്തിനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വിത്ത സമൃദ്ധിയും എന്ന് കൂടിയിട്ട് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിനാൽ തന്നെ 2-ൽ സഞ്ചരിക്കുന്നതായിരിക്കുന്ന ആ വ്യാഴൻ്റേതായിരിക്കുന്ന ചാരവശാലുള്ള സമയത്തിൽ വളരെയധികം ഗുണമുണ്ടാകും എന്നുള്ളതാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ധാരാളം സമ്പൽ സമൃദ്ധി വന്നു ചേരണം എന്നുള്ളതായിരിക്കുന്ന ഗുണം കൂടി പറയുന്നുണ്ട്. തടസ്സത്തിലുള്ളതോ പൂർവികമായോ ഉള്ളതായിരിക്കുന്ന സ്വത്തുക്കൾ കിട്ടുവാനും ഈ വർഷം യോഗമുണ്ട്. പുതിയ സംരംഭങ്ങൾക്കും പറ്റിയ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നതായ ഈ വർഷം. അതുപോലെ തന്നെ ആരോഗ്യാദി അർത്ഥസിദ്ധിയും ഫലം തന്നെയാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദികളിൽ വിജയം സാധ്യമാകും. മംഗളകർമ്മസിദ്ധിയും ഉണ്ടാകും. സർക്കാരിൽ നിന്നും അനുകൂലമായിരിക്കുന്ന നടപടികളും പ്രതീക്ഷിക്കാവുന്നതായിരിക്കുന്ന വർഷമാണിത്. കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കുന്ന അവസ്ഥ നിലനിൽക്കും. കർമ്മ വ്യാപാരാദി ഗുണവർധനയും ഗൃഹനിർമ്മാണ യോഗവും കാണുന്നുണ്ട്. സന്താന ഗുണം, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്കും യോഗമുണ്ട്. ഗുണവർധനയ്ക്കായി ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം പതിവായി ജപിക്കുന്നത് ഗുണം ചെയ്യും. മിഥുനം രാശി. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നിരിക്കുന്നതായ മിഥുനം രാശിക്കാർക്ക് വ്യാഴം 12-ൽ നിന്ന് ജന്മത്തിലേക്കാണ് കടക്കുന്നത്. ജീവേ ജന്മനി ദേശനിർഗമനമപ്യർത്ഥച്യുതിം ശത്രുതാം എന്നുള്ളതാണ് ഫലം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. വ്യാഴം ജന്മത്തിൽ വരുന്നതായിരിക്കുന്ന സമയത്തിൽ ദേശത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായിരിക്കുന്ന സമയമായിട്ടും അർത്ഥനാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനനാശത്തിനുള്ളതായിരിക്കുന്ന സമയവും ധാരാളം ശത്രുതകളും വന്നു ചേരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല ജന്മവ്യാഴം വനീർ ദുഃഖം എന്നുള്ളതായിരിക്കുന്ന വിധിപ്രകാരവും നാനാ ദുഃഖം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരവും
പലതരത്തിലുള്ളതായിരിക്കുന്ന വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദേശം വിട്ട് സഞ്ചരിക്കുവാനും കർമ്മസ്തംഭനത്തിനും സാധ്യതയുണ്ട്. ധനപരമായും അത്ര കണ്ട് ഗുണപ്രദമായിരിക്കുന്ന വർഷമല്ല ഈ വർഷം. ശത്രുതകൾ ഉണ്ടാവുകയും ശിരോരോഗങ്ങൾ ബാധിക്കുകയും ഈ വർഷം ഫലമാണ്. വിശ്വസിക്കുന്ന വ്യക്തികളിൽ നിന്ന് ചതിക്കപ്പെടാൻ ഇടയുള്ളതിനാൽ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ ക്ലേശം, സന്താന ക്ലേശം എന്നിവയും അനുഭവമാകും. കുടുംബത്തിലും പലതരത്തിലുള്ളതായിരിക്കുന്ന ശത്രുതകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ബൃഹസ്പതി മന്ത്രം പതിവായി ജപിക്കുന്നതും സമ്മോഹന യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നതും ഗുണം ചെയ്യും. കർക്കിടകം രാശി. പുണർദ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയവും ആയില്യം നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ കർക്കിടകം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 11-ാം ഭാവത്തിൽ നിന്നും 12-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കുന്ന കാലഘട്ടമാണ്. രിഭേദുക്കം സാദ്വഹം ദ്രവ്യഹേതുഹു എന്നുള്ളതാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത്. 12-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതായിരിക്കുന്ന കാലഘട്ടം വിഷമതകൾ ഉണ്ടാകുമത്രേ. ഒപ്പം തന്നെ ധനപരമായും ദോഷപ്രദമായിരിക്കുന്ന സമയമാണ്. ദുഃഖ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമവും, ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയും വർദ്ധിക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഒരു വർഷം പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, കർക്കിടകം രാശിക്കാർക്ക് 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. കണ്ടകശനി സമയം കൂടിയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അതിനാൽ തന്നെ അകാരണമായുള്ള ഭയത്തിന് വിഷമത്തിനും അടിമപ്പെട്ടു പോകുവാൻ ഇടയുള്ളതിനാൽ മനസ്സ് ഈശ്വരീയമായിരിക്കുന്ന ചിന്തകളിലേക്ക് തിരിച്ചുവിടുവാൻ ബോധപൂർവം പ്രത്യേകം ശ്രദ്ധിക്കണം. ധനപരമായുള്ള ഇടപാടുകൾ നിമിത്തം ശത്രുതകൾ ധാരാളം വർദ്ധിക്കാനും ഇടയുണ്ട്. ഗുണമെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും വിപരീതമായി തീരാനും അതുവഴി മനപ്രയാസത്തിനും സാധ്യതയുണ്ട്. നേത്രോദര രോഗവും ശിരോരോഗവും ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം. വാഹനാപകടങ്ങളൊക്കെ സാധ്യത കൂടുതലായി കാണുന്നതിനാൽ അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. ഒപ്പമുള്ള വ്യക്തികളുടെ ശത്രുതാപരമായുള്ള മനോഭാവ നിമിത്തം വിഷമതകൾ അനുഭവമാകാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ഐക്യമത്യ യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ചിങ്ങം രാശിക്കാർക്ക് ഈ വർഷം പൊതുവെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. വ്യാഴം 10-ാം ഭാവത്തിൽ നിന്നും 11-ാം ഭാവത്തിലേക്ക് സർവാഭീഷ്ട രാശിയിലേക്ക് മാറുന്നതായിരിക്കുന്ന കാലഘട്ടമാണ്. ലാഭേ പുത്രേ സ്ഥാനമാനാദി ലാഭം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരം വ്യാഴൻ്റെ 11-ാം ഭാവത്തിലേക്കുള്ളതായിരിക്കുന്ന ഈ മാറ്റം നല്ല ഉയർന്ന സ്ഥാനമാനലബ്ധി, വിശേഷ സ്ഥാനമാനലബ്ധിക്കും പുത്രാദി അഭിവൃദ്ധിക്കും ഉള്ളതായിരിക്കുന്ന ഫലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്ഥാനപ്രാപ്തി എന്നുള്ളതായിരിക്കുന്ന അവസ്ഥ തന്നെ നല്ല ഉയർന്ന ഉദ്യോഗ കയറ്റം മുതലായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ജോലിയിൽ കാര്യമായുള്ള രീതിയിൽ പുരോഗതി കൈവരിക്കുവാൻ ഈ വർഷം പൊതുവെ സാധിക്കുന്നതാണ്. പ്രമോഷൻ മുതലായുള്ള ഗുണങ്ങളും ധനാഭിവൃദ്ധിയും ഫലം തന്നെയാണ്. വിവാഹാദി മംഗളകർമ്മങ്ങൾക്കും അനുയോജ്യമായിരിക്കുന്ന സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തിൽ സന്തോഷകരങ്ങളായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരും. പ്രേമബന്ധത്തിൽ അകപ്പെട്ടു പോകുവാനും സാധ്യതയുണ്ട്. വാഹനപരമായും ഭൂമിപരമായും നേട്ടങ്ങൾ അനുഭവമാകും. കുറേ കാലമായി തടസ്സത്തിൽ കിടന്നിരുന്നതായ കാര്യങ്ങളെ വിജയത്തിലെത്തിക്കുവാൻ ഈ വർഷം സാധിക്കുന്നതാണ്. കാര്യമില്ലാതെ വാദപ്രതിവാദങ്ങളിൽ പോകാനിടയില്ലതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥമായി ശ്രീ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. കന്നിരാശി. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ കന്നിരാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 9-ാം ഭാവത്തിൽ നിന്നും 10-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കുന്ന കാലഘട്ടമാണ്. കർമ്മണ്യർത്ഥ സ്ഥാനപുത്രാദി പീഠം എന്നുള്ളതാണ് 10-ൽ വ്യാഴം സഞ്ചരിച്ചുള്ളതായിരിക്കുന്ന ഫലം പറഞ്ഞിരിക്കുന്നത്. സ്ഥാനമാനങ്ങൾക്ക് കോട്ടങ്ങളും സന്താനാദി ദോഷങ്ങളും പ്രധാനമായിട്ടും ഈ വർഷം അനുഭവമാകാം. ഒപ്പം തന്നെ 10-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ധനഹാനി എന്നുള്ളൊരു ദോഷം കൂടിയിട്ട് പറയുന്നുണ്ട്. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ, പൊതുവെ ധനനഷ്ടത്തിന് സാധ്യതയുള്ള വർഷമാകിയാൽ ബിസിനസ് രംഗത്തുള്ളവർക്ക് വലുതായുള്ള ശ്രദ്ധ ആവശ്യമാണ്.
മാത്രമല്ല ചാരവശാൽ രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായ കാലഘട്ടം കൂടിയിട്ടായിട്ടാണ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. 7ാം ശനിയുടെ അവസാന കാലഘട്ടം കൂടിയിട്ടായിട്ടാണ് പറയുന്നതിന്. അതിനാൽ തന്നെ തൊഴിൽപരമായുള്ള കഷ്ടതകൾ വർദ്ധിച്ചേക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലും വളരെയധികം പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട്. അനൗപചാരികമായുള്ള സംസാര നിമിത്തം തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട്. പല വിധത്തിലുള്ളതായിരിക്കുന്ന പ്രതിസന്ധികൾ ചുറ്റുപാടും നിറയുന്നതായി അനുഭവപ്പെട്ടേക്കാം. ആപൽ സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടാകാമെങ്കിൽ കൂടിയും ആത്മാർത്ഥ സുഹൃത്തിൻ്റെയും മറ്റും അവസരോചിതമായുള്ള ഇടപെടലുകൾ നിമിത്തം ദോഷവശങ്ങൾ കുറേയധികം കുറഞ്ഞു കിട്ടുവാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി രാജഗോപാല യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നത് ഗുണമാണ്. തുലാം രാശി. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 8ാം ഭാവത്തിൽ നിന്നും 9ലേക്ക് കടക്കുന്നതായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ഭാഗ്യേ ജീവേ സർവ സൗഭാഗ്യസിദ്ധിം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഴൻ ഭാഗ്യരാശിയിൽ, അതായത് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടം എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല വിത്തസുഖാപ്തിം എന്നുള്ളതായിരിക്കുന്ന മറ്റൊരു പ്രമാണപ്രകാരം ധനാഭിവൃദ്ധിയും ഫലം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൂടിയും ജന്മശനി എന്നുള്ളതായിരിക്കുന്ന സമയമോശം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വ്യാഴൻ്റെ ഈ മാറ്റം പൂർണ്ണമായ തോതിൽ ഒരുപക്ഷെ അനുഭവപ്പെട്ടുവെന്നും വരില്ല. എന്നിരുന്നാൽ തന്നെയും അനുഭവിച്ചു കൊണ്ടിരുന്നതായ അല്ലെങ്കിൽ അനുഭവിച്ചു വന്നിരുന്നതായ വിഷമതകൾ മാറി ഗുണാനുഭവങ്ങൾ പൊതുവെ വന്നു ചേരും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയതായ പലതും തിരിച്ചു ലഭിക്കാനും സജ്ജന ബഹുമാന്യതയ്ക്കും സാധ്യതയുണ്ട്. വസ്തുവാഹനാദികളാൽ അഭിവൃദ്ധിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലപരമായിരിക്കുന്ന മുന്നേറ്റവും ഫലം തന്നെയായിട്ടാണ് പറയുന്നത്. ആത്മാർത്ഥമായി അധ്വാനിച്ച് തൊഴിലിലും മറ്റും അഭിവൃദ്ധി ഉണ്ടാക്കുവാൻ ഈ വർഷം പൊതുവെ സാധിക്കുന്നതാണ്. കുടുംബത്തിലും ഐശ്വര്യപ്രദമായുള്ള അവസ്ഥ വന്നു ചേരും. ഭവന നിർമ്മാണം, ഊഹക്കച്ചവടം എന്നിവയിൽ വിജയിക്കാമെങ്കിൽ കൂടിയും ജാഗ്രത പൊതുവെ വേണ്ടതായുണ്ട്. ത്വക്ക് രോഗങ്ങൾ ബാധിച്ചേക്കാൻ ഇടയുണ്ട്. ഒപ്പമുള്ള വ്യക്തികളിലും വളരെയധികം ശ്രദ്ധ വേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പുരുഷസൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. വൃശ്ചികം രാശി. വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഷവും തൃക്കേട്ട നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 7ാം ഭാവത്തിൽ നിന്ന് 8ലേക്ക് സഞ്ചരിക്കുന്ന കാലഘട്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൃത്യുക്ലേശമരിഷ്ടമഷ്ടമഗതി നഷ്ടം ധനൈഹി കഷ്ടതാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. 8ാം ഭാവത്തിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ വളരെയധികം ദോഷപ്രദമായിരിക്കുന്ന സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൃത്യു സമമായിരിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരാം എന്നുള്ളതാണ് പറയാം. പലതരത്തിലുള്ളതായിരിക്കുന്ന രോഗപീഠകൾക്കും ഇടയുണ്ട്. ഒപ്പം തന്നെ ചാരവശാൽ 12ൽ ശനി, അതായത് 7ാം ശനി കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമോശം കൂടിയിട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധ ഈ വർഷം വേണ്ടതായുണ്ട്. ആരോഗ്യപരമായും മറ്റും വളരെ ശ്രദ്ധ വേണ്ടതായുണ്ട്. മൃത്യു സമാനമായ അനുഭവങ്ങൾ നിമിത്തം ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ഔഷധ സേവയും ആശുപത്രിവാസവും ഈ വർഷം വേണ്ടി വന്നേക്കാം. തൊഴിൽപരമായുള്ള വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെടുവാൻ ഇടയുണ്ടാക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. ബുദ്ധിപരമായുള്ള പെരുമാറ്റത്തിലൂടെ ഈ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ പ്രത്യേകം ശ്രമിക്കണം. അഗ്നി, ആയുധം ഇവകൾ മുഖാന്തരം ഭീതിയേൽക്കാനും സാധ്യതയുണ്ട്. മോശമായുള്ള കൂട്ടുകെട്ടുകൾ വഴി അപകീർത്തിക്കും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും മഹാമൃത്യുഞ്ജയ യന്ത്രം ദേഹരക്ഷ ചെയ്യുന്നതും ഗുണം തന്നെയാണ്. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്നതായ ധനുരാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ 6ാം ഭാവത്തിൽ നിന്ന് 7ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കുന്ന കാലഘട്ടമായിട്ടാണ് പറയുന്നത്. യാത്രാം ശോഭനഹേതവേ വനിതയാം സൗഖ്യം സുതാപ്തിം സ്മരി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 7ൽ വ്യാഴം സഞ്ചരിക്കുന്നതായിരിക്കുന്ന കാലഘട്ടം വളരെ അഭിവൃദ്ധിപ്രദമായിരിക്കുന്ന സമയമാണത്രേ. യാത്രകൾ മുഖാന്തരം അതീവ ഗുണഫലങ്ങൾ വന്നു ചേരുവാനും സൗഖ്യതയും സന്താനാദി അഭിവൃദ്ധിയും എല്ലാം തന്നെ ഈ സമയത്തിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അതിനാൽ തന്നെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും മറ്റും വളരെയധികം അനുകൂലം ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്കും മെച്ചപ്രദമായിരിക്കുന്ന വർഷമായിട്ടാണ് ഈ വർഷം പൊതുവെ പറയുന്നത്.
വിവാഹാദി മംഗളകർമ്മസിദ്ധിയും ദാമ്പത്യ സൗഖ്യവും ഫലമാണ്. കുടുംബജനാദികളുടെ എതിർപ്പുകൾ കുറഞ്ഞ് യോജിപ്പുകൾ ഉണ്ടാകുവാനും ഇടയുണ്ട്. കുടുംബജനങ്ങളുമായി ഉല്ലാസയാത്ര നടത്താനും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും സാധ്യതയുണ്ട്. നേതൃത്വ പദവി, അധികാരലബ്ധി എന്നിവ വന്നു ചേരുവാനും ഇടയുണ്ട്. കർമ്മസംബന്ധമായും വളരെയധികം ശോഭിക്കുവാൻ കഴിയും. ഉയർന്ന തസ്തികയിലേക്കുള്ളതായിരിക്കുന്ന മാറ്റമോ ഇല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസയോ ലഭിക്കാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ പ്രധാനമായും 5-ൽ നിന്ന് 6-ലേക്ക് മാറുന്ന സമയം, ശത്രുസ്ഥാനത്തിലേക്ക് മാറുന്ന സമയം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഷഷ്ടേ മന്ത്രിണി പീഡയന്തി രിഭവസ്തജ്ഞാതയോ വ്യാധയ എന്നുള്ളതാണ് 6-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സദാ ശത്രുപീഡയും അജ്ഞാതങ്ങളായിരിക്കുന്ന രോഗങ്ങൾ ബാധിക്കുവാനും ഇടയുണ്ട്. 6-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടം രിപുബാധാം എന്നുകൂടി പറയുന്നുണ്ട്. ശത്രുവർദ്ധനവ് കൂടിയിട്ടുണ്ടാകും എന്നാണ് പറയുക. പൊതുവേ മകരം രാശിക്കാർക്ക് പ്രധാനമായിട്ടും 10-ൽ ശനി, കണ്ടകശനി എന്നുള്ള സമയമോശം കൂടി നടന്നുകൊണ്ടിരിക്കുന്നതാൽ ദോഷത്തിൻ്റെ കാഠിന്യം പൊതുവേ ഈ വർഷം വർദ്ധിക്കുന്നതാണ്. പൊതുവെ ചുറ്റുമുള്ളതായിരിക്കുന്ന വ്യക്തികളുടെ എതിർപ്പുകൾ വർദ്ധിക്കുന്നതായി അനുഭവമാകും. അജ്ഞാതങ്ങളായിരിക്കുന്ന രോഗങ്ങൾ നിമിത്തം ക്ലേശിക്കാനും ഇട ഈ വർഷം കാണുന്നുണ്ട്. തൊഴിൽ രംഗത്തും ധാരാളം ശത്രുതകളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുവാനിടയുള്ളതിനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. മനസ്സിന് അസ്വസ്ഥതകൾ ധാരാളമായി ഉണ്ടായേക്കാം. അങ്ങനെയുള്ളതായിരിക്കുന്ന അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾക്ക് സാധ്യത കൂടുതലായി കാണുന്നതിനാൽ ഈശ്വര പ്രാർത്ഥന പ്രത്യേകമായി വേണ്ടതായുണ്ട്. ദാമ്പത്യപരമായി വിഷമതയും പ്രണയ പരാജയങ്ങളും സംഭവിക്കാനും ഇടയുണ്ട്. സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും മാറി അല്ലെങ്കിൽ പല രംഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ളതായിരിക്കുന്ന പ്രവണതയും കാണിക്കും. അലസതയും ഭയവും ഒഴിവാക്കുവാൻ ബോധപൂർവം ശ്രമിക്കേണ്ടതായുണ്ട്. ദോഷപരിഹാരാർത്ഥമായി മഹാത്രിപുരസുന്ദരി യന്ത്രം ഏലസ് ദേഹരക്ഷ ചെയ്യുന്നത് ഗുണം ചെയ്യും. കുംഭം രാശി. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾച്ചേർന്നിരിക്കുന്നതായ കുംഭം രാശിക്കാർക്ക് വ്യാഴം ചാരവശാൽ പ്രധാനമായിട്ടും 4-ൽ നിന്ന് 5-ലേക്ക് മാറുന്ന കാലഘട്ടമാണ്. അനുകൂലം തന്നെയാണ്. പുത്രോൽപത്തി മുബൈതി സജ്ജനയുതിം രാജാനുകൂല്യം സുതേ എന്നുള്ളതാണ് 5-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുത്രോൽപത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ സന്താനാദി അഭിവൃദ്ധി ഉണ്ടാകുവാനും സജ്ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടാനും രാജാനുകൂല്യം ഉണ്ടാകാനുള്ളതായിരിക്കുന്ന യോഗം പറയേണ്ട മറ്റൊരു പ്രമാണപ്രകാരം പുത്രധനാപ്തിയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പുത്രാദി അഭിവൃദ്ധിയും ധനപരമായുള്ളതായിരിക്കുന്ന അഭിവൃദ്ധിയും വ്യാഴം 5-ൽ സഞ്ചരിക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന കാലഘട്ടത്തിൽ പറയുന്നുണ്ട്. പൊതുവേ ഈ വർഷം ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ വഴി തൊഴിലിൽ ഉയർച്ച പ്രാപിക്കാൻ ഇടയുണ്ട്. പുതിയ ഗൃഹം, പുതിയ വാഹനം എന്നിവയ്ക്കും യോഗമുണ്ട്. ദാമ്പത്യ സൗഖ്യം, സന്താന ഗുണം എന്നിവയും അനുഭവമാകും. കലാരംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും വളരെയധികം ഗുണപ്രദമായിരിക്കുന്ന സമയമാണ് ഈ ഒരു വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഒപ്പമുള്ള വ്യക്തികളിൽ നിന്നും പ്രോത്സാഹജനകമായുള്ളതായിരിക്കുന്ന അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇടയുണ്ട്. സർവകാര്യസിദ്ധി എന്നിവയും ഫലം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സമ്പാദ്യങ്ങളുടെ ഉറവിടം പുഷ്ടി പ്രാപിക്കുമെങ്കിൽ കൂടിയും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുക വഴി നഷ്ടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അന്യദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും വളരെയധികം അനുകൂലമായിരിക്കുന്ന സമയം തന്നെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദോഷപരിഹാരാർത്ഥമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. മീനം രാശി. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും ഉൾച്ചേർന്നിരിക്കുന്നതായ മീനം രാശിക്കാർക്ക് ചാരവശാൽ വ്യാഴൻ 3-ാം ഭാവത്തിൽ നിന്നും 4-ലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദുഃഖൈർ ബന്ധുജനോദ്ഭവൈശ്ച ഹിബുകി ദൈന്യം ചതുഷ്പാത് ഭയം എന്നുള്ളതാണ് 4-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉള്ളതായിരിക്കുന്ന ഫലം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബന്ധുക്ലേശം എന്നുള്ളതായിരിക്കുന്ന പ്രമാണപ്രകാരവും ബന്ധുജനാദികളാൽ ക്ലേശങ്ങൾ അനുഭവപ്പെടേണ്ടതായിരിക്കുന്ന കാലഘട്ടമായിട്ടാണ് ഈ ഒരു വർഷത്തിനെ പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല മീനം രാശിക്കാർക്ക് അഷ്ടമശനി എന്നുള്ളതായിരിക്കുന്ന ഒരു സമയമോശം കൂടിയിട്ട് പറയുന്നതിനാൽ ദോഷങ്ങൾക്ക് പൊതുവെ വർധന അനുഭവമാകും.
ഈ വർഷം കർമ്മമേഖലയിൽ കഠിനാധ്വാനങ്ങൾ വഴി നേട്ടങ്ങൾ കൈവരുമെങ്കിൽ കൂടിയും ചുറ്റും അസൂയാലുക്കളുടെ എണ്ണം വർദ്ധിക്കാമെന്നതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ബന്ധുജനങ്ങളാൽ പല രീതിയിലും വിഷമതകൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ധീരമായുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായി വന്നേക്കും. കൂട്ടുകൂടുവാൻ പറ്റാത്തതായിരിക്കുന്ന വ്യക്തികളുമായി കൂട്ടുകൂടി വിഷമങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായുണ്ട്. സാമ്പത്തികമായി ദോഷമില്ലെങ്കിൽ കൂടിയും ദുർചിലവുകൾ നിമിത്തം കഷ്ടതകൾ അനുഭവമാകാനും ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി രാജഗോപാല യന്ത്രം ദേഹരക്ഷ ചെയ്തു വരുന്നത് ഗുണം ചെയ്യും. മന്ത്രവാദം എന്നുള്ളതായിരിക്കുന്ന മാന്ത്രിക കർമ്മത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ നമുക്കിടയിൽ വളരെ ചുരുക്കം തന്നെയാണ്. ഒരു വിഭാഗം ആളുകൾ അതിനെ അന്ധമായി വിശ്വസിക്കുമ്പോൾ മറുവിഭാഗം അതിനെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക യുഗത്തിൽ മന്ത്രവാദത്തിന് പ്രസക്തിയുണ്ടോ എന്ന് മിക്കവരും ചിന്തിക്കാം. മനുഷ്യ മനസ്സിൻ്റെ യുക്തിചിന്തകൾ അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണത്രേ രഹസ്യമയമായ മാന്ത്രിക കർമ്മത്തിൻ്റെ ആരംഭമെന്ന് പറയപ്പെടുന്നു. ജ്യോതിഷവിദ്യയിലെ രണ്ടാം ഘട്ടത്തിലൂടെ മാന്ത്രികമെന്നുള്ള കർമ്മത്തെക്കുറിച്ച് ശാസ്ത്രീയമായി നമുക്ക് മനസ്സിലാക്കാം. സർവജനവന്ദ്യനായ ശ്രീ നാലപ്പാട്ട് നാരായണമേനോൻ അദ്ദേഹം മന്ത്രപ്രയോഗത്തിൽ മാന്ത്രിക കർമ്മത്തിൻ്റെ സാധ്യതകളെ പറ്റിയും മറ്റും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. മന്ത്രവാദം മനുഷ്യനോളം തന്നെ പഴക്കമുള്ള ഒന്നാണെന്നും അത് എപ്പോൾ നടപ്പിൽ വന്നു അല്ലെങ്കിൽ അതില്ലാതിരുന്ന കാലം ഏതാണെന്നോ കണ്ടുപിടിക്കുവാൻ ചരിത്രത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് ബ്ലവാട്സ്കി പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു മാന്ത്രികനെ അന്ധകരണ ശക്തി കൊണ്ട്, മനസ്സിൻ്റെ ശക്തി കൊണ്ട് മറ്റൊരു മനുഷ്യനിൽ മരണസമമായി മുറിവേൽപ്പിക്കുവാനോ അതിന് സമമായ പ്രവൃത്തികൾ നടത്തുവാനോ കഴിയും എന്നതാണത്രേ മാന്ത്രിക വിദ്യയുടെ പ്രഥമ പാഠം. ഈ മുറിവേൽപ്പിക്കൽ ഇച്ഛാശക്തിയുടെ പ്രവർത്തന ഫലമാണ്. ആ ഇച്ഛാശക്തി ചെന്ന് തറയ്ക്കുന്നതാകട്ടെ സൂക്ഷ്മ ശരീരത്തിലുമാണ്. എതിരാളിയുടെ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ ദോഷം വന്ന് തട്ടുക എന്നതിനാൽ തന്നെ സ്ഥൂല ശരീരത്തിൽ, അതായത് നമ്മുടെ ബാഹ്യ ദേഹത്തിൽ പരിക്ക് ഉണ്ടാകണമെന്നില്ല. ഇന്ന് കാലത്തും പല സ്ഥലത്തും മുളകരച്ചു മാട്ടുക എന്ന കർമ്മം നടത്താറുണ്ടല്ലോ. ശത്രുവിനെ സങ്കല്പിച്ച് പ്രതിമയുണ്ടാക്കി അതിൽ കപ്പല മുളക് അരച്ച് തേച്ച് പിടിപ്പിച്ച് ചെയ്യുന്ന ഒരുതരം കർമ്മമാണ് മുളകരച്ചു മാട്ടൽ എന്നുള്ളതായിരിക്കുന്ന കർമ്മം. ആ ഒരു മാന്ത്രിക കർമ്മത്തിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച വ്യക്തികൾ നമുക്കിടയിൽ തന്നെ ധാരാളമായുണ്ട്. ശത്രുവിൻ്റെ രൂപം മെഴുകുകൊണ്ടോ മറ്റോ ഉണ്ടാക്കി തീയിലിട്ട് ഉരുക്കിയാൽ ശത്രുക്കൾ നശിച്ചു പോകുമെന്ന് സ്കോട്ട്ലൻഡുകാർ വിശ്വസിച്ചിരുന്നു. മരം കൊണ്ടോ മണ്ണുകൊണ്ടോ ശത്രുപ്രതിമയുണ്ടാക്കി അതിൻ്റെ കണ്ണിലോ നെഞ്ചിലോ സൂചി കൊണ്ട് കുത്തിയാൽ ശത്രു മരിച്ചു പോകുമെന്നുള്ള വിശ്വാസം പണ്ടത്തെ ബാബിലോണയിലും റോമിലും ഈജിപ്തിലും പരക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. വടക്കേ അമേരിക്കയിലെ കാടന്മാർ മണലിലോ വെണ്ണീറിലോ ശത്രുരൂപം വരച്ച് വടികൊണ്ട് അടിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അറബികൾ മെഴുകും, ജപ്പാൻകാർ നെൽഡർ എന്ന ഒരു തരം പനിനീർ പൂവുമാണത്രേ ശത്രുപ്രതിമകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ബ്ലവാട്സ്കിയുടെ ആധിപത്യത്തിൽ നടന്നിരുന്ന കാലത്തെ തിയോസഫിസ്റ്റ് മാസികയിൽ കാശിനാഥ് ത്രംബക് ടീലാങ് പ്രസിദ്ധീകരിച്ച ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതചരിത്രത്തിൽ ഇങ്ങനെയൊരു കഥ പറയുന്നുണ്ട്. ശ്രീ ശങ്കരാചാര്യർക്ക് പെട്ടെന്നൊരു ദിവസം ഭഗന്ധര രോഗം പിടിപെട്ടു. അഭിനവഗുപ്തൻ്റെ ആഭിചാര കർമ്മം കൊണ്ടാണത്രേ അതുണ്ടായത്. ആ മന്ത്രവാദി ഒരു സവിശേഷ ഹോമം തന്നെ അതിനുവേണ്ടി നടത്തിയെന്നാണ് പറയുന്നത്. അന്നുകാലത്തെ പ്രശസ്തന്മാരായുള്ള വൈദ്യന്മാരെല്ലാം തന്നെ സ്വാമിയെ ചികിത്സിച്ചിട്ടും യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന ഫലവും ഉണ്ടായില്ല. ഒടുവിൽ ശങ്കരാചാര്യർ തന്നെ മഹാദേവനെ തപസ് ചെയ്ത് അശ്വിനി ദേവതകളെ വരുത്തി തൻ്റെ രോഗം കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ആഭിചാരം കൊണ്ട് ഉണ്ടായ രോഗമായതിനാൽ ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെ പിടിയിൽ ഒതുങ്ങുന്നതല്ലെന്ന് പറഞ്ഞ് അവരും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. ഇത്രയൊക്കെ ആയപ്പോൾ പത്മപാദാചാര്യർക്ക് കടുത്ത ദേഷ്യം വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഗുരു വിലക്കിയിട്ട് കൂടി അത് കൂട്ടാക്കാതെ കോപാന്തനായുള്ളതായിരിക്കുന്ന പത്മപാദർ സിദ്ധമന്ത്രോച്ചാരണം കൊണ്ട് ആ രോഗത്തെ അതയച്ച ആളുടെ നേർക്ക് തന്നെ തിരിച്ചയച്ചു.
അതോടുകൂടി ആ ദുർമന്ത്രവാദി മരിക്കുകയും ശങ്കരാചാര്യർ സുഖപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മന്ത്രവാദിയുടെ വിചാരശക്തി പ്രതിയോഗിയുടെ മനസ്സിനെയാണ് ആദ്യമായി ബാധിക്കുക, പിന്നീട് ശരീരത്തെയും ബാധിക്കുന്നു. ഇങ്ങനെയുള്ള മാന്ത്രിക കർമ്മങ്ങൾ നടത്താൻ ചിലപ്പോൾ ധാരാളം സാമഗ്രികളുടെ ആവശ്യം വേണ്ടി വന്നേക്കും. ചിലപ്പോൾ ആകട്ടെ ഒന്നും തന്നെ വേണ്ടിവരികയുമില്ല. ഒരു ഉച്ചാടന പ്രയോഗത്തെപ്പറ്റി ആർതർ ആവലൻ ഇങ്ങനെ എഴുതി കാണുന്നുണ്ട്. യോഗസിദ്ധി കൊണ്ട് ഇന്ത്യയിലെങ്ങും പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തി ബോംബെയിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മേശയിലെ ഒരു കൂട്ടം ആളുകൾ മോശമായുള്ള രീതിയിൽ പ്രവർത്തിക്കുക നിമിത്തം ഇദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളതായിരിക്കുന്ന വ്യക്തിക്ക് വിഷമം തോന്നിയത്രേ. ഇത് മനസ്സിലാക്കിയ അദ്ദേഹം വെറും വിചാരശക്തി കൊണ്ട്, മനഃശക്തി കൊണ്ട് അവരെയെല്ലാം എഴുന്നേൽപ്പിച്ച് അയച്ചു എന്നാണ് പറയുന്നത്. ഇന്ത്യയിലും മധ്യാഫ്രിക്കയിലെ ചില പ്രദേശങ്ങളിലും ഇന്ദ്രജാലക്കാർ സാധാരണയായി ഏതൊരാൾക്കും തങ്ങളെ വെടിവെച്ചു കൊള്ളുവാൻ എതിരാളിയുടെ കയ്യിലെ തോക്കോ ഉണ്ടയോ പരീക്ഷിച്ചു നോക്കുക പോലും ചെയ്യാതെ സമ്മതം കൊടുക്കാറുണ്ടെന്ന് ബ്ലവാട്സ്കി പറയുന്നു. ലെയിങ്ങിൻ്റെ സഞ്ചാരകഥയിൽ ഡയാലിബ നദിയുടെ ഉദ്ഭവസ്ഥാനത്തിനടുത്ത് താമസിക്കുന്ന സൂലിമ വർഗക്കാർക്കിടയിൽ ആദ്യമായി ചെന്നുപെട്ട ഒരു ഇംഗ്ലണ്ടുകാരൻ സഞ്ചാരിയുടെ അനുഭവത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ചില സിദ്ധമന്ത്രങ്ങളടങ്ങിയ രക്ഷായന്ത്രങ്ങൾ മാത്രം സഹായത്തിനുള്ള ഒരു നാട്ടുപ്രമാണിയെ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ പട്ടാളക്കാർ ഒത്തുചേർന്ന് വെടിവെച്ചത്രേ. തോക്കുകളെല്ലാം തന്നെ സശ്രദ്ധം നിറയ്ക്കപ്പെട്ടവയാണ്. പക്ഷേ ഒരൊറ്റ ഉണ്ടയും അയാളുടെ മേൽ തട്ടുക ഉണ്ടായില്ലത്രേ. സ്കാൽവർട്ട് ഇതേവിധം ഒരു കഥ സ്വഗ്രന്ഥത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ക്രിസ്തോബ്ദം 1568 ഓറഞ്ച് രാജ്യത്തിലെ യുവരാജാവ് സ്പെയിൻകാരനായിരിക്കുന്ന ഒരു തടവ് പുള്ളിയെ വെടിവെച്ചു കൊല്ലുവാൻ വേണ്ടി ഉത്തരവിട്ടത്രേ. പട്ടാളക്കാർ ആ മനുഷ്യനെ ഒരു മരത്തിൽ പിടിച്ചു കെട്ടി പല തവണ വെടിവെച്ചിട്ടും ഫലമുണ്ടായില്ല. ഒടുവിൽ എന്തൊരു അത്ഭുതകരമായിരിക്കുന്ന പടച്ചട്ടയാണ് അയാൾ ധരിച്ചിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടി അവർ അയാളുടെ കുപ്പായങ്ങളെല്ലാം അഴിച്ചു എന്നാണ് പറയുന്നത്. ഒരു രക്ഷായന്ത്രമല്ലാതെ മറ്റൊന്നും ആ ശരീരത്തിലില്ലായിരുന്നു. അതഴിച്ചു മാറ്റിയതോടുകൂടി ഒരൊറ്റ വെടി തന്നെ ആ മനുഷ്യൻ്റെ ശരീരത്തെ തുളച്ചു കയറുകയും അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. പല പട്ടാള മേലുദ്യോഗസ്ഥരും രക്ഷായന്ത്രങ്ങളെ കൊണ്ട് തങ്ങളെ അജയ്യരാക്കിയിട്ടുള്ള കഥ ദുർലഭമല്ലെന്ന് ബ്ലവാട്സ്കി പറയുന്നു. കത്തിയെരിയുന്ന കനലുകൾ കയ്യിലെടുക്കുകയും എരിയുന്ന കൽക്കരി കുന്നിനുള്ളിൽ ഒരു തലമുടി പോലും കരിയാതെ തല പൂഴ്ത്തുകയും ചെയ്യുന്നവർ ഇന്നും അവിടെ കാണപ്പെടുന്നുണ്ടെന്നും, എന്ന് മാത്രമല്ല അത്തരം വിദ്യ കാണിക്കുന്ന വ്യക്തികൾ കാണികളെ കൊണ്ടുകൂടി ചില അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കാറുണ്ടെന്നും ലിൻഡയുടെയും ലോർ അഡയറുടെയും അനുഭവങ്ങൾ നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു. മാന്ത്രിക കർമ്മങ്ങളുടെ അനന്ത സാധ്യതകളെപ്പറ്റിയും മാന്ത്രിക കർമ്മത്തിൻ്റെ യുക്തി ഭദ്രതയെക്കുറിച്ചുമെല്ലാം തന്നെ ഇനിയുള്ള വാരങ്ങളിൽ നമുക്ക് ജ്യോതിഷവിധിയിലൂടെ പരിചയപ്പെടാം. ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള സ്ഥിതിവിഗതികൾ കണക്കാക്കിയാണ് ജ്യോതിഷവിധി തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ജനനസമയം അനുസരിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. നിങ്ങളുടെ യഥാർത്ഥ ഫലം അറിയുന്നതിന് ഒരു ദൈവജ്ഞനെ നേരിൽ സമീപിക്കുക. ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കത്തുകളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ജ്യോതിഷവിധിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടതായ വിലാസം: ദ പ്രൊഡ്യൂസർ UTV ആദിത്യ ഇൻ മനങ്ങോട്, നെന്മാറ. ജ്യോതിഷ സംബന്ധമായുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ടതായ വിലാസം: പാടൂർ ജോഡ്സൺ KP ശ്രീവാസ്തവ് SBT ബാങ്കിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഇമെയിൽ ID astropadurvastav@gmail.com. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിച്ചു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.